നമ്മുടെ ചില ചപ്പുചവറുകളെ പോലെയാകുന്ന ജനക്കൂട്ടമാകാതെ ഖിയാമത്ത് നാളിന്റെ ലക്ഷണമൊക്കെ ആയിട്ട് അങ്ങനെ പറയാറുണ്ട് എന്ന് നമ്മളൊക്കെ ഹദീസുകളിലൊക്കെ കാണാം. ആളുകളുടെ എണ്ണം കൂടും, നമസ്കരിക്കുന്നവരുടെയൊക്കെ എണ്ണം കൂടും, പക്ഷെ നമസ്കാരം നിലനിർത്തുന്നവരുടെ എണ്ണം കുറയും. അതെന്താ ബുദ്ധിമുട്ട്? അതെന്താ വ്യത്യാസം? അല്ലെങ്കിൽ അൽ മൗനിലൊക്കെ പറയുന്നത് പോലെ ശരിയായ രീതിയിൽ നമസ്കരിക്കാതെ ശാപം മേടിച്ചു കൂട്ടുന്നവരുടെയൊക്കെ എണ്ണം കൂടും. ഇതെല്ലാ മതങ്ങളെയും കുറിച്ച് ചിന്തിക്കും. നിൽക്കുന്ന അനുയായികൾ മുഴുവൻ വൈകാരികമായിട്ടാണ് മതം പിന്തുടരുന്നത്. ഈ വൈകാരികത ഓരോ മതത്തിലും കൂട്ടിക്കൂട്ടി അവരെ അക്രമ സ്വഭാവത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മതമില്ലാത്തൊരു സമൂഹം പറയുന്നു, നിങ്ങളെക്കാൾ നല്ല സമൂഹം ഞങ്ങളാണ്, ഞങ്ങൾക്കൊരു ദൈവവുമില്ല, ഞങ്ങൾക്ക് ജീവിതത്തിനെ കുറിച്ചൊരു കാഴ്ചപ്പാടൊന്നുമില്ല, ഇവിടെ ജനിച്ചു നന്നായി ജീവിച്ചു, ഞങ്ങൾ മരിച്ചു പോകും. പരലോകമുണ്ടെന്നോ ഇവിടെ ആരോ പറയുന്നു, പരലോകത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായവരെ പേടിയില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞു. നേരെ തിരിച്ച് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ പേടിയില്ലായ്മ കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ കൊല്ലുകയും കൊല്ലിപ്പിക്കുകയും ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് നമ്മൾ പറയുമ്പോൾ പ്രബോധനത്തില് ചില കാര്യങ്ങളുടെ നന്മ മാത്രമേ നമുക്കറിയൂ. പക്ഷെ ഇതിന്റെ വിമർശനം എന്നോ കാലത്തപ്പുറത്ത് വന്നു കഴിഞ്ഞു. ഇങ്ങനെ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടല്ലേ കൊല്ലാനും കൊല്ലിക്കാനും പൊട്ടിത്തെറിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നത്. നമ്മൾ എന്ത് പറയും തിരിച്ച്? ഇവിടെയാണ് നമ്മളൊക്കെ ഒന്ന് കൂട്ടായി ചിന്തിക്കേണ്ടത്. എന്താണ് മതം? എന്താണ് ദൈവം? എവിടെയാണ് നമുക്കൊക്കെ ഒന്നിച്ചിരിക്കാൻ കഴിയുന്നത്? നമ്മുടെ മക്കൾ പഠിക്കുന്നത് ഒരേ വിദ്യാലയത്തിലാണ്. അവിടുന്ന് കിട്ടുന്ന അതേ സയൻസിന്റെയും യുക്തിയുടെയും ഭാഷയിലാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ. എനിക്ക് വ്യക്തിപരമായ മക്കളില്ല, സന്യാസിമാർക്ക് കല്യാണവും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ എൻ്റെ വീട്ടിലും അനിയന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ ഉണ്ടാവുമല്ലോ, പെങ്ങന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ മക്കളുണ്ടാവുമല്ലോ. ഒരാളെയും ഭയക്കാതെ ഒരു സമുദായത്തിന്റെയും ഭാഗത്തു നിന്നുകൊണ്ടല്ല, ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടാണ് പേരിന്റെ കൂടെ ധർമ്മപക്ഷ എന്നൊക്കെ ഇവിടേക്ക് എഴുതി. ദീനിന്റെ പക്ഷം, ധർമ്മം എന്ന് പറഞ്ഞാൽ ദീനെന്നർത്ഥം. ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിച്ച ഒരൊറ്റ ദീനേ ഉള്ളൂ, ഒരൊറ്റ ധർമ്മമേ ഉള്ളൂ. അതിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെയൊക്കെ പണ്ഡിതന്മാരും അല്ലെങ്കിൽ എല്ലാ മതത്തിലെ പണ്ഡിതന്മാരും അവരുടേതായ ആ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് പോലും അല്ല സംസാരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അദ്വൈതികളായിട്ടുള്ള ആചാര്യന്മാര് പോലും, സന്യാസത്തിന്റെ പരമകാഷ്ഠയിലെത്തിയവർ പോലും, അല്ലെങ്കിൽ സംഘടനയെ നമ്മുടെയൊക്കെ ദീനിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിയോഗിക്കപ്പെട്ടവർ പോലും എവിടെയൊക്കെയോ ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് പോലെ തോന്നി തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചു, 44 വയസ്സ് വരെ എവിടെയായിരുന്നു, അല്ലെങ്കിൽ 41 വയസ്സ് 42 വയസ്സ് വരെ നിങ്ങളൊക്കെ എവിടെയായിരുന്നു അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചു ഇവരൊക്കെ അത് ശരിയാക്കി കൊടുക്കുമെന്ന്. പക്ഷെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇത് ബോധപൂർവം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്ന തെളിവ് ലഭിച്ചതുകൊണ്ടാണ് ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളെന്നല്ല, ഈ 30 റബീഉൽ അവ്വൽ മാസത്തിലെ 30 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 28 ദിവസങ്ങളിൽ 48 പ്രോഗ്രാമുമായി എന്തിനാണ് ഒരു ഹൈന്ദവ ആചാര്യൻ ഇത്തരം വേദികളിൽ വരുന്നത്? കാരണം ചില സൂചനകൾ നൽകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ദൈവത്തിനെ പ്രാപിക്കാനും ദൈവത്തിനെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സുജൂദ് ചെയ്യാനും ഒക്കെ നമ്മൾ വേറിട്ട് പോകുന്നു. ഇപ്പോഴും ഈ നിലയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചില്ലേ? ബീവറേജസിൽ കാണിക്കുന്ന ആ ഒരു ബീവറേജസ് ക്യൂവിൽ കാണുന്ന അച്ചടക്കം പോലും പലപ്പോഴും നമ്മുടെ പരിപാടികൾക്ക് കാണാറുണ്ടോ? ഇതെന്റെ നിങ്ങളുടെ സമുദായത്തിനോടാ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ പെടാത്ത ക്രിസ്ത്യൻ സമുദായത്തിനോട് കൂടിയാ ചോദിക്കുക. അവിടുത്തെ ഒരു സഹകരണം പോലും, ഒരു ബീവറേജസ് ക്യൂവിൽ കാണിക്കുന്ന ഒരു സഹകരണം പോലും പലപ്പോഴും പല വിഷയത്തിലും, അടക്ക് വിഷയത്തിലും പല വിഷയത്തിലും നമ്മൾ കാണിക്കുന്നില്ല. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഞങ്ങളെ കയ്യിൽ വർഗീയത ഇല്ലേ, ഞങ്ങളെ കയ്യിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ, ഈ കളർ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ, എന്റെ പൊട്ട് കാണുമ്പോൾ എന്റെ കെട്ട് കാണുമ്പോൾ ഇത് ഞങ്ങളിൽ വർഗീയതയുള്ള ആളുകളല്ലേ എന്നിങ്ങനെ വിളിച്ചു പറയേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് ഞങ്ങളെ എത്തിച്ചിരിക്കുന്ന പോലെ നിങ്ങളെയും എത്തിച്ചിരിക്കുക. ഓരോ മീറ്റിങ്ങുകളിലും നമ്മൾ പറയുകയാണ് ഇവർ ഞങ്ങളിൽപ്പെട്ടവരല്ല, അല്ലെങ്കിൽ ഈ വർഗീയത ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്നിട്ടോ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഇവരൊക്കെ പുറത്തോട്ട് ഇറങ്ങി ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ.
ഞാനും നിങ്ങളും ഒന്നിച്ചിരിക്കുന്നിടത്തുനിന്ന് തുടങ്ങുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇത്തരം വേദികൾ ഇനിയും ഒന്നിച്ചിരിക്കാൻ കഴിയുന്നിടത്തുനിന്ന് തുടങ്ങുന്നു ഇതിനുള്ള പരിഹാരം. ഇത് വേണമോ വേണ്ടയോ എന്ന് മാത്രമാണ് നിങ്ങളുടെയും എന്റെയും മുമ്പിലുള്ള ചോദ്യം. ഞാൻ തയ്യാറാണ്. ഇക്കണ്ട ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചു നമ്മൾ വരുന്നത്. ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരനെങ്കിലും ഒരു ഫിത്തനയിൽ നിന്ന് മാറാൻ തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻ വർദ്ധിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിനുള്ള പ്രസംഗമൊക്കെ ഞാൻ പ്രസംഗിക്കുന്നുണ്ടോ എന്നറിയില്ല. അതിനൊക്കെ ഇനി ഇവിടെ ആലിമ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, ഇത് കൃത്യമായി ഒന്ന് മനസ്സിലാക്കിയാൽ ഒരാളെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നു. മതപരമായൊരു തെറ്റ്, മതത്തിന്റെ പേരിൽ മാനവികതയ്ക്കെതിരെ പോകുന്ന ആ സ്വഭാവത്തിൽ നിന്നൊന്ന് മാറാൻ നമ്മുടെ മക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്ര മാത്രമേ ഞാനിത് കൊണ്ട് ഉദ്ദേശിക്കുന്നു. അതിലപ്പുറത്തേക്കൊന്നും ഉദ്ദേശിക്കാനുള്ള ശക്തിയും ധൈര്യവും ഒന്നും നമുക്ക് ദൈവത്തിന്റെ തിരുമുമ്പാകെ ഇല്ല. അല്ലാണ്ട് ഇത് ചെയ്തത് കൊണ്ട് അവിടെ പ്രത്യേകിച്ച് സ്വർഗം കിട്ടുമെന്നോ, അങ്ങനെയൊക്കെ കിട്ടട്ടെ. കാരണം ഓരോ മതത്തിന്റെ ധർമ്മത്തിന്റെ ദർജ ഉയർത്തിയവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. നല്ല മാർഗത്തിൽ മറ്റുള്ളവരോട് സംസാരിച്ചവരുടെ കൂട്ടത്തിൽ നമുക്ക് പെടണം. റസൂലുള്ളാഹിയെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ പെടണം. ഇല്ലേ? പ്രവാചകന്മാരെയും ഗുരുക്കന്മാരോടൊക്കെ ഹുബ്ബ് വെച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണ്ടേ? അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ. പക്ഷെ ഇതിന്റെ ഇടയിൽ ഉദ്ദേശിക്കപ്പെടുന്ന ഇതാണ്, അറിഞ്ഞോ അറിയാതെ നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ നൽകുന്നത് ആരാണ്? 150 വർഷം കഥ കേൾക്കണം നിങ്ങൾ. കഥയല്ല, സംഭവമാണ്. 150 വർഷങ്ങൾക്ക് മുമ്പേ അവർ തീരുമാനിച്ചു ശാസ്ത്രം എന്ന് പറയുന്ന മതമാക്കി വളർത്തണം. ഇന്ന് ഡെൻമാർക്കിലും ഇന്ന് മറ്റേ നേരത്തെ പറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഉള്ളതുപോലെയുള്ള ഒരു ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുവരണം. അവിടെ അവർ ഒന്നിച്ചിരിക്കുന്നത് ശാസ്ത്രത്തിന്റെ പേരിലാണ്. അവിടെ എല്ലാവർക്കും ഐഫോൺ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. അവിടെ എല്ലാവർക്കും മിനിമം വേതനങ്ങളുണ്ട്. അവിടെ ആർക്കും ആരെയും ഭയപ്പെടേണ്ടതില്ല. തുണി ഉടുത്ത് നടന്നാലും തുണി ഉടുക്കാണ്ട് നടന്നാലും അവർക്കൊരു പ്രശ്നവുമില്ല. ആരാരെയും വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയാലും ഒന്നിനും ഒരു പ്രശ്നമില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രാജ്യമാണ്. ആരും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യത്തില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പോകാം. കാരണം ദൈവമില്ല, പരലോക ശിക്ഷയോ ജീവിതമോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഈ രീതിയിലേക്ക് നന്മയുള്ളവരായി മാറി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്ന സംവിധാനം ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചത് ശാസ്ത്രത്തിന്റെ വളർച്ചയിലൂടെയാണ്. ഇന്ന് എവിടെ വരെ എത്തി നിൽക്കുന്നു? എല്ലാം വേണം, ഫേസ്ബുക്കും എല്ലാം വേണം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇന്ന് അതിന്റെ ദോഷ വശങ്ങളിലേക്കാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാൻ ആർക്ക് കഴിയും? ഏതാണ് വേദികൾ? ഏത് വേദിയിൽ ഇത് പറയും? അതുകൊണ്ടാണ് ഇത്തരം വേദികളിലൊക്കെ ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാൽ ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി 18ഓളം പ്രോഗ്രാമുകളുടെ വിളി എനിക്ക് വന്നതാ. 18 പ്രോഗ്രാമിൽ ഇതിനെക്കാട്ടിലും ആളുകൾ, ജനക്കോടികൾ, ആയിരങ്ങൾ നിറഞ്ഞിരിക്കുന്ന സദസ്സ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നില്ല. കാരണം എന്താ പറയുക, പറഞ്ഞ വാക്കിന്റെ വില. ഇവിടെ എത്ര ആളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല. നിങ്ങൾ എന്ത് തരുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ ഉണ്ടെങ്കിൽ തുറന്നു പറയണം. സ്വാമി ഇത്രയും പൈസ പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്നത്, ഇറങ്ങുന്ന സമയത്ത് ഇത്രയും പൈസ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ കമ്മിറ്റിക്കാർ പറയണം. എന്നാൽ ഈ ഉറപ്പാണ്, നിങ്ങൾ തരുന്നതിന്റെ ഇരട്ടിയുടെ ഇരട്ടി കിട്ടാവുന്ന വേദി ഉപേക്ഷിച്ചിട്ട് എന്നവിടെ നിൽക്കുന്നത്. എന്താണെന്നറിയോ? പറഞ്ഞ വാക്ക് വസിയത്ത് ഉള്ളവൻ അത് പാലിക്കണം. അപ്പോഴേ ഈമാൻ ഉണ്ടാവുള്ളൂ എന്ന് നാളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നാളത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ ഏറ്റവും വലിയ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഉസ്താദിന്റെ ഒരു പ്രോഗ്രാം നാളെ എറണാകുളത്ത് നടക്കുക. അദ്ദേഹവും കേന്ദ്രമന്ത്രിയും എത്ര സന്നാഹങ്ങളാണെന്നറിയോ? പക്ഷേ വൈലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൊച്ചു പ്രോഗ്രാം ഉണ്ട്. കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതായത് അവിടെ ഒരു ഹിഫുൽ കോളേജ് ഉണ്ട്. ആ കോളേജുമായി ബന്ധപ്പെട്ട ഒരു 10 അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കുറേ മുമ്പേ വാക്ക് കൊടുത്തുപോയി. അയാൾ ആകെ തരുന്നത് ആ കരുവാര കൊണ്ട് വൈലത്തൂർ കുറച്ച്, അയാൾ അങ്ങനെയല്ലേ കണക്ക് കൂട്ടത്തുള്ളൂ. ഞാനിവിടുന്ന് ആലപ്പുഴയിൽ നിന്നാണ് അവിടെ ചെല്ലുന്നവൻ, അയാൾക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ വീട് വൈലത്തൂർ ഏകദേശം ഒരു
10-60 കിലോമീറ്റർ കാണും. അതിനുള്ള എണ്ണക്കാശ് ഇവിടെ നിന്ന് പോയാലും അത്രേ കിട്ടുള്ളൂ. പക്ഷെ നാളെ നടക്കുന്ന 24-ാം തീയതി എറണാകുളത്ത് വെച്ച് കേന്ദ്രമന്ത്രിമാരും നമ്മുടെയൊക്കെ മന്ത്രിമാരും മുൻ മന്ത്രിമാരും ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ഈ പറയുന്ന ഉസ്താദിന്റെ മക്കളടക്കം നേരിട്ട് ക്ഷണിച്ചിട്ട് ഒരു രക്ഷയില്ല. പറഞ്ഞ വാക്കൊന്നേ ഉള്ളൂ. ഇത് എൻ്റെ കൂടെ നിൽക്കുന്നവർ നാളെ കാണണം. സ്വാമി വലിയ പ്രോഗ്രാം നോക്കി പോകുന്നവനല്ല. എൻ്റെ മക്കളുടെ മുമ്പിൽ ഞാൻ ഈ മാതൃക കാണിക്കണം, അല്ലേ? അല്ലെങ്കിൽ എനിക്ക് പറയാറുള്ളത് ബുദ്ധിമുട്ടാവൂടെ, നമുക്ക് ഇതും ക്യാൻസലാക്കാം അതും ക്യാൻസലാക്കാം, നമുക്ക് അങ്ങോട്ട് പോയാൽ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മുടെ പോക്കറ്റിൽ വരുന്ന പൈസ കൂടും. അതുകൊണ്ട് ഈ രീതിയിലേക്കൊക്കെ നമ്മൾ തെളിയിച്ചു കൊടുക്കണം. പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതാണ്. 150 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഒരു തീരുമാനമെടുത്തു, മതങ്ങളെ അപ്രസക്തമാക്കണം. ഇത്രയും സസ്പെൻസ് ഇതാണ്. മതം ഇനി ലോകത്തിൽ വേണ്ട. ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ തമ്മിൽ തള്ളുന്ന മതമായിരിക്കണം. വിഭാഗങ്ങൾ ഓരോ ദിവസം വളരുന്തോളും അങ്ങനെ പറയാറുണ്ടല്ലോ, വളരുന്തോറും പിളരുന്ന മതമാക്കണം. ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിനെ കണ്ട അടി കൂടുന്ന മതമാക്കണം. അപ്പോഴും അതിലെന്തുണ്ട്? ഒരുപാട് ബിസിനസ് ഉണ്ട്, അല്ലേ? ഇപ്പൊ ഒരു പള്ളിയുമായി അല്ലെങ്കിൽ സമുദായമായി അടി കൂടി കഴിഞ്ഞാൽ എത്ര കോടി രൂപ യാക്കോബായ ഓർത്തഡോക്സ് അടിക്ക് വേണ്ടി ഇവിടെ ചെലവാക്കപ്പെട്ടു. അത് സ്പോൺസർ ചെയ്യാനോട് ഒരാളുണ്ട്, അല്ലേ? 2 കൂട്ടരുടെ ഇടയിലും പ്രബലരായ ബിസിനസ്സുകാരുണ്ട്. ഈ രീതിയിലേക്ക് ഇത് തല്ല് കൂടിയാലും അവർക്ക് ഗുണം, തല്ല് കൂടിയില്ലെങ്കിലും അവർക്ക് ഗുണം. മതങ്ങളുടെ കാര്യമാണ് പറയുന്നത്, പ്രസക്തമായ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കോടി രൂപ ഇവിടെ പിരിക്കപ്പെട്ടു ഈ പള്ളി വഴക്കിനും കേസിനും വേണ്ടി. ഇനിയും അതിനൊരു തീരുമാനമായിട്ടുണ്ടോ? ഇനിയും സംസ്കരിക്കപ്പെടാത്ത മൃതദേഹങ്ങൾ 29, 30, 1 മാസമൊക്കെ ആയ സമയ കാലഘട്ടത്തിലാണ്. ഇന്ന് സംസ്കരിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 10-29 ദിവസമായി സംസ്കാരം നടക്കാതെ മോർച്ചറിയിൽ ഇരിക്കപ്പെടുന്ന ശവശരീരങ്ങളുള്ള നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നമ്മളെ ഇങ്ങനെ ആക്കിയത് ആരാ? ഏതായാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാന്ന് നമുക്ക് തന്നെ അറിയാം, അല്ലേ? അദ്ദേഹം സൂചിപ്പിച്ചു. ഇത് നമ്മളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയ, കാരണം അതിന് മാത്രമൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ പോരാടിയിട്ടില്ല. ഉണ്ടോ? അല്ലെങ്കിൽ അതിന് മാത്രം നിങ്ങൾ പറ, അങ്ങനെയാണോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതിന്റെ വല്ല തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇല്ല എന്നതിന്റെ തെളിവാണ് ഞാനിവിടെ നിൽക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെയൊക്കെ ഉള്ളിൽ സൗഹാർദ്ദം തന്നെയാണ്. യഥാർത്ഥ മതത്തിന്റെ ആഴത്തിലേക്ക് ഞാനൊന്ന് ആഴ്ന്നിറങ്ങി ചെന്നപ്പോൾ എല്ലാ മതക്കാരോടും പറയുന്നു, നിങ്ങളുടെ എല്ലാ മതങ്ങളുടെ അവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ തത്വശാസ്ത്രങ്ങളെ ഞാനൊന്ന് പരിശോധിച്ചു നോക്കിയിട്ടുണ്ട്. എവിടെയും ഒരു പ്രവാചകനും ഒരു ഗുരുവും ഒരു സമ്പ്രദായവും വർഗീയപരമായി പെരുമാറാൻ അവരുടെ അനുയായികളോട് പറഞ്ഞിട്ടില്ല. ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ പണി നിർത്തും, വേറെ പണിക്ക് പോകും. ഇനിയും കുറെ പണികൾ അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ആചാര്യനായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മതപരമായ ഉടുപ്പിട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരു നിർബന്ധവും ഞാൻ ആർക്കും ഒരു സ്ഥലത്തും ഞാൻ എഴുതി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പോകാമെന്ന് ഒരു നിയത്തും വെച്ചിട്ടില്ല. ഞാനിതിന്റെ കൂടെ നിൽക്കുന്നത് മതങ്ങളെല്ലാം സൗഹൃദത്തെ മാത്രമേ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. യഹൂദന്റെ ശവം കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ പൂച്ചയുടെ ഉറക്കത്തെ പോലും മാനിക്കുന്നത്, അല്ലേ? അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയാം. ഉറുമ്പുകളുണ്ടോ എന്ന് നോക്കുന്നത്. അങ്ങനെ എത്ര കാര്യങ്ങൾ നമ്മൾ എത്ര കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി ദീനിനെ പുലർത്തിയ ആളുകളുടെ കാര്യമാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് നമ്മൾ ദീനിനെയൊക്കെ പക്ഷേ എവിടെയാണ് മതങ്ങളെയൊക്കെ എമിഗ്രൻസ് ക്ലിയറൻസിന് വേണ്ടി വെച്ചുകൊണ്ടിരിക്കാനുള്ള കാരണക്കാരാക്കിയത് എന്താണ്? അല്ലെങ്കിൽ ആ സാഹചര്യം വന്നത് എന്തുകൊണ്ടാണ്? അതാണല്ലോ നമ്മുടെ ചർച്ച. അതായിരിക്കണം നമ്മുടെ ചർച്ച. ഇത് ഞങ്ങളുടെ രീതിയല്ല, ഇത് ഞങ്ങളിൽ നിന്നുള്ളതല്ല എന്ന് പറയാൻ നമുക്ക് കഴിയാത്ത വിധം നമ്മളുടെ ഇടയിലേക്ക് ഇത്തിക്കണ്ണികളെ പോലെ ഇത്തരം ആളുകളെ ഇറക്കിയതാരാ?
ഇതൊക്കെ ഒന്നൊരു ചർച്ചയിൽ വരണ്ടേ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പൊതുശത്രു എന്ന് പറയുന്ന നമ്മൾ വിചാരിക്കാത്ത ആളുകളാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളല്ല, ഏതെങ്കിലും ഇതര സമുദായങ്ങളല്ല, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ തന്നെയുള്ള മറ്റു വിഭാഗങ്ങളല്ല. ഇവരൊക്കെ ഈ ചേരിതിരിവ് പോലും വളർന്നത് റഹ്മത്താണെന്ന് ഹദീസ് ഉണ്ട്, അറിയോ നിങ്ങൾക്ക്? അങ്ങനെ കാണുന്ന മതമാണ് ഇസ്ലാം മതം. അതായത് പണ്ഡിതന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസം പോലും സമൂഹത്തിന് റഹ്മത്താണെന്ന് പറയുന്നത് അങ്ങനെ ഒരു ആപ്തവാക്യമുണ്ട്. ഉസ്താദിനോട് ചോദിച്ച ഉസ്താദ് പറയും, ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത്. അങ്ങനെ കാണുന്ന ഒരു പോസിറ്റീവ് മതമാണ്. ഞാനും ഉസ്താദും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് എന്തിലേക്ക് കലാശിക്കണം? സമൂഹത്തിന്റെ നന്മയ്ക്ക് എങ്ങനെ ആക്കിയെടുക്കണം? ഒരു കഴിഞ്ഞ നോമ്പിന് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ഭാഗത്ത് ഒരൊറ്റ പള്ളിയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ എന്നെ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനത്തിനാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഈ നാട്ടിൽ ഇത് എത്രാമത്തെ കിറ്റാ? അപ്പൊ പറഞ്ഞു 15ാമത്തെ കിറ്റാ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, ഒരു 15 വിഭാഗം കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ 30 ദിവസവും കിറ്റ് കൊടുക്കാൻ ആള് കണ്ടേനെ. ഒരാൾ 5 കിലോ കൊടുക്കുമ്പോൾ അടുത്ത കമ്മിറ്റിക്കാരെന്ത് കൊടുക്കണം? 6 കൊടുക്കണം, അല്ലെങ്കിൽ 10 കൊടുക്കണം. അത് കാണുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യണം? 15 ആക്കണം. അതിന്റെ കൂടെ ഏലക്കായും നെയ്ച്ചോറിനുള്ള നെയ്യും കൊടുക്കണം. മറ്റേത് ഒരു കൂട്ടർ മാത്രമേ ഉള്ളെങ്കിലോ ഏതെങ്കിലും റേഷനറി കൊടുത്തിട്ട് കഞ്ഞി മതി എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് തന്നെ കൊടുക്കുന്ന വലിയ കാര്യം. ഈ ക്വാളിറ്റി ഉണ്ടോ നോക്കാൻ മറുഭാഗത്തില്ല. ഇങ്ങനെ മനുഷ്യരെ നന്മയിലേക്ക് വിളിക്കുന്നതിലേക്കും മനുഷ്യരെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിലേക്കും മനുഷ്യർക്ക് നന്മ ചെയ്യുന്നതിലേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഭാഗീയതകളെ ഒന്ന് തിരിച്ചു വിട്ടിരുന്നെങ്കിൽ എന്തോരം ഗുണമുണ്ടാകുമായിരുന്നു. അതിന് പകരം തമ്മിൽ സുജൂദിലേക്ക് പോകുമ്പോൾ പോലും അടി കൊടുക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ ഇടയിലൊക്കെ അവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. മലപ്പുറം ജില്ല ഇവിടെയൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളില്ല. ചിലയിടങ്ങളിൽ പോലീസും കേസും വഴക്കുമായി പള്ളികൾക്ക് കാവൽ നിന്നുകൊണ്ടൊക്കെയാണ് കുർബാനകളും അല്ലെങ്കിൽ സുജൂദുകളും നടത്തപ്പെടുന്നത്. ഇങ്ങനെ ആക്കിയതിന്റെ കാരണം അറിയണ്ടേ മക്കളെ? ഇവിടെയാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ സംസാരിക്കാൻ തീരുമാനിച്ചത്. ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. ചില കാര്യങ്ങൾ, അപ്രിയ സത്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കല്ല, ഇത് കേൾക്കുന്നതിന്റെ മറയ്ക്ക് പിന്നിൽ അപ്പുറം ഇരുന്നതിനൊക്കെ വീക്ഷിക്കുന്ന ചിലവർക്കൊക്കെ വിഷമങ്ങൾ ഉണ്ടാവും. കാരണം പെട്ടുപോയതിന്റെ പെടുത്തിയതിന്റെയൊക്കെ കുറ്റബോധമുണ്ടാവും. അതുണ്ടാകണം. അതിനുള്ള അവസരങ്ങളായി തുടങ്ങി. ഇല്ലെങ്കിൽ നമുക്കിനി ബാല്യമില്ല. മതം തീർത്തും അപ്രസക്തമാകും. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന ആ വാട്സപ്പ് ഉണ്ടല്ലോ, അതിലെത്ര മനോഹരമായിട്ടാണ് അവർ പറയുന്നത് എന്നറിയുമോ? മതമാണ് സർവത്തിന്റെയും പ്രശ്നം. മതമുള്ള രാജ്യങ്ങളിൽ ആളുകളെ നിരത്തി വെടിവെച്ചു കൊല്ലുകയും വെട്ടിക്കൊല്ലുകയും ബോംബിട്ട് കൊല്ലുകയും ചെയ്യുന്ന ഒരു രാജ്യം, അതേ നൂറ്റാണ്ടിലാണ് മതം, ദൈവം, ബൈബിൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ ഒന്നുമില്ലാത്ത സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഇത്രയും ശാന്തിയും സമാധാനം പുലരുന്നത് എന്ന് കേൾക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും മക്കൾ നാളെ എന്ന് വിചാരിക്കും, ദൈവമേ എന്നാ പിന്നെ അങ്ങോട്ട് പോയി ജീവിച്ചേക്കാം. ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് പറയുന്ന രാജ്യങ്ങൾക്കൊന്നും ഇനി അതിൽ പറയുന്നുണ്ട്. പണ്ഡിതന്മാർ ഇതൊന്ന് കേൾക്കണം, പണ്ഡിതന്മാർ ഇതിന് മറുപടി പറയണം എന്ന് പറയുന്നുണ്ട് ആ വീഡിയോയിൽ. എന്ത് മറുപടിയാ നമ്മൾ പറയാ മക്കളെ? ഇവിടെയാണ് നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെ ചിന്തിക്കേണ്ടത്. സത്യത്തിൽ എന്താണ് ധർമ്മം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്? അല്ലേ? അദ്ദീനു അനസീഹ എന്ന് നിങ്ങൾ പറയും. എന്താ പറയാ അതിന്റെ അർത്ഥം? ദീനിന് ഗുണകാംക്ഷയുണ്ട്, ദീനിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ദീനിന്റെ ആകെ ഉദ്ദേശം അത് ഗുണമാണ്. ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് ഞങ്ങൾ പറയും. ധർമ്മത്തെ ആചരിച്ച് കൊണ്ടു നടക്കുന്നവൻ ആ ധർമ്മം തന്നെ തിരിച്ച് രക്ഷ നൽകും. ഇതില്ല എന്ന് തെളിയിക്കലാണ് മറ്റുള്ളവരുടെ ഉദ്ദേശം. ഇങ്ങനെയൊന്നും സാധനം ഇല്ല. എന്ത് ധർമ്മം, എന്ത് ദീന്? മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ ദീന് വേണം. അങ്ങനെ കിതാബിൽ പറഞ്ഞെങ്കിലേ സ്നേഹം വരുള്ളൂ. ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞില്ലേ? ഇത് കേൾക്കാൻ നമ്മളുടെയൊക്കെ സെക്യുലർ വിദ്യാഭ്യാസം നേടിയ മക്കളും നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നന്നായി മിടുക്കോടുകൂടി ഈ മുൻനിരയിൽ ഇരിക്കുന്ന കുട്ടികൾ വാട്സപ്പ് ഉപയോഗിക്കും.
അവർ ലോക്ക് തുറക്കും. ഞാൻ വെല്ലുവിളിക്കുന്നു, ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുടെ കയ്യിൽ ഞാനൊരു ഫോൺ തരാം, ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളുടെ കയ്യിലും ഫോൺ തരാം. അത് ഏറ്റവും കൂടുതൽ കൃത്യമായി ഉപയോഗിക്കുന്നത് പ്രായം കുറഞ്ഞ ആളായിരിക്കും. ഈ വിവരങ്ങളൊക്കെ അതിൽ നിന്ന് മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ ഒന്നിക്കേണ്ടതുണ്ടോ? ഒന്നിക്കാവുന്ന കാര്യങ്ങളിൽ നമുക്കൊന്ന് വേദി പങ്കിട്ടെടുത്തൂടെ? ഇപ്പൊ പ്രസംഗമൊക്കെ നന്നായി ഞാൻ അടുത്ത കൊല്ലം കാണാം ഇൻഷാ അല്ലാഹ്, അതും പറഞ്ഞിട്ടാ വിടുന്നത് അല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ കണ്ടാൽ മതിയോ? ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ പിള്ളേരോട് ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ സംസാരിക്കേണ്ടത് നമുക്ക്. എൻ്റെ മതത്തിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം എന്തെന്ന് ഞാൻ അന്വേഷിച്ചു. പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൽ അവരുദ്ദേശിച്ചത് എന്തെന്നറിയോ? സത്യം പറഞ്ഞാൽ 150 വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിപാടി നടത്തിയവർ ഉദ്ദേശിച്ചത് ആദ്യം ഇസ്ലാമിനെ ഇല്ലാതെയാക്കണം. കാരണം ഇസ്ലാമിന്റെ പ്രസക്തി താരതമ്യേന ഒരു പുതിയ മതമായതുകൊണ്ട് തന്നെ, ഗോത്രവർഗ സ്വഭാവത്തിന്റെ അവസാനമായതുകൊണ്ട് തന്നെ നബുവത്ത് സംവിധാനം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. നബിയോടുകൂടി ആ നബുവത്ത് സംവിധാനം ദൈവം നിർത്തലാക്കി. റേഡിയോ നിർത്തലാക്കി എന്നൊക്കെ പറയുന്ന പോലെ ആശയവിനിമയ സംപ്രേഷണത്തിന് വേണ്ടി ഇപ്പോൾ ആരും റേഡിയോയെ ആശ്രയിക്കാറില്ല എന്ന് പറയുന്ന പോലെ നബിമാരിലൂടെ ഇനി നബിമാരെപ്പോഴും ഓരോ വർഗത്തിന് ഞാൻ ഓരോ നബിമാരെ അയച്ചിരിക്കുന്നു എന്നാണ് ഖുറാനിൽ പറയുന്നത്. 1,24,000 അല്ലേ? എങ്ങനെയല്ലേ? ഓരോ സമൂഹത്തിനും. അപ്പൊ ഓരോ സമൂഹത്തിനുമാണ് ഓരോ നബിമാരെ അയച്ചിരിക്കുന്നതെങ്കിൽ ആധുനികതയുടെ അല്ലെങ്കിൽ ഗോത്ര സ്വഭാവങ്ങളുടെ ആ സ്വഭാവം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി വന്നത്. കാരണം അവസാനത്തെ ഗോത്രവർഗത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിന് വേണ്ടി. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എന്ത് പറയാ? ഇനി അങ്ങോട്ട് ലോകത്തിലെല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് മതം, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാ. കാരണം ഞങ്ങൾ തന്നെ കച്ചവടത്തിന് വേണ്ടി ലോകം മുഴുവനും പോകുന്നവരാ, എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകണമെന്ന് പറയുന്നവരാ, ഇതിന് ദീനിന് വിശാലമായ അർത്ഥം വേണമെന്ന് പറയുന്നവരാ. അതുകൊണ്ട് തന്നെ യഹൂദൻ പറയുന്ന പോലെ ദൈവത്തിന്റെ സ്വന്തം ജനവും തെരഞ്ഞെടുക്കപ്പെട്ട ജനവും എന്ന രീതിയിലുള്ള പ്രബോധനമല്ല, അല്ലെങ്കിൽ നിങ്ങൾ മാത്രം ദൈവത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന യഹൂദന്റെ ആ രീതിയല്ല റസൂലുള്ളാഹിയുടെ രീതി. അവസാനത്തെ സംസാരത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ടല്ലോ. എന്താ? അനറബിക്ക് അറബിയേക്കാൾ ഒരു കുറവുമില്ല, അറബിക്ക് അനറബിയേക്കാൾ എന്തെങ്കിലും ശ്രേഷ്ഠതയില്ല. കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇന്ന ഗോത്രമെന്നോ ഇന്ന വംശമെന്നോ എൻ്റെ മുമ്പിൽ ഇനി അങ്ങോട്ടുണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന നബിയുടെ ഉദ്ദേശം എന്താ? കറുത്തവനെയും വെളുത്തവനെയും ഒന്നിച്ചു നിർത്തി നിസ്കരിപ്പിച്ചത് സത്യം പറഞ്ഞാൽ 2 വ്യക്തികളാണ്. കഅബ ദേവാലയത്തിന്റെ പരിസരത്ത് അന്ന് തിരിച്ചു വന്നപ്പോൾ ദിഗ്വിജയം നടത്തിയപ്പോൾ അതിനുള്ളിലേക്ക് കയറിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, റസൂലുള്ളാഹിയുടെ ചുമലിൽ തന്നെ ചവിട്ടിക്കേറിക്കൊണ്ട് ബിലാലിനെ കൊണ്ട് വാങ്ക് വിളിപ്പിച്ചു. കഅബയുടെ മേലെ കയറ്റി നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി അതിന്റെ ഉള്ളിൽ പോയി നമസ്കരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. കറുത്തവരിൽ കറുത്തവനായ ബിലാലിനെ കൊണ്ടാണ് അത് ചെയ്യിപ്പിച്ചത്. സയ്യിദുനാ ബിലാൽ അലൈഹിസ്സലാമിനെ കൊണ്ടാണ്, റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടാണ് അത് ചെയ്യിപ്പിച്ചത്. അതേപോലെ സൽമാനുൽ ഫാരിസി, വെളുത്തവരിൽ വെളുത്തവൻ, ഫാർസി വിഭാഗത്തിൽപ്പെട്ട ആളാ, ഫാർസി മതക്കാരനാ. അതാണ് ഈ ഫാരിസി എന്ന് പറയുന്നത്. നല്ല ചുമന്ന് തുടുത്ത് വെളുത്ത 2 പേരെയും ഒരേ സ്വഫിൽ നിർത്തി വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു. കാരണം നബുവത്തിന് അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ അങ്ങനെയൊക്കെയാ. പിന്നീട് അങ്ങോട്ട് ഗുരുസമ്പ്രദായമുണ്ടെന്ന് ചിലവരെങ്കിലും സമ്മതിക്കുന്നു, ചില വിഭാഗങ്ങളെങ്കിലും പറയുന്നു. പിന്നീട് അങ്ങോട്ട് വലിയകളാണ്. ഒരുപക്ഷെ നബിമാരുണ്ടാവാനുള്ള സാധ്യത അതോടുകൂടി അവസാനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ഒരുപക്ഷെ പിന്നീട് വലിയകളുമായിട്ട് ഗുരുക്കന്മാരിലൂടെ ആയിരിക്കും. ആണോ അല്ലയോ എന്നൊക്കെ പല തർക്കങ്ങളും നടക്കുന്നുണ്ട്. ഏതായാലും ആണെങ്കിലും അല്ലെങ്കിലും അത് എൻ്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് ഇതാണ്, ഒരു ഗോത്ര സ്വഭാവത്തിന്റെ അവസാനം അതോടുകൂടി നമ്മൾ കണ്ടു. അതുകൊണ്ട് അവസാനത്തെ നബിയാണ് മുഹമ്മദ് എന്ന് പറയുന്നതിൽ എനിക്ക് ആശയപരമായ വിയോജിപ്പൊന്നുമില്ല, ഞാനത് അംഗീകരിക്കുന്നു. അവസാനത്തെ നബി തന്നെ ആയിരിക്കണം മുഹമ്മദ് നബി. അതുകൊണ്ടാണ് 150 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ നറുക്ക് ആർക്ക് വീണത്? മുസ്ലിം ഇസ്ലാമിനെ തകർക്കണം. കാരണം ഇസ്ലാമിനെ തകർക്കാൻ കാരണം 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അത് ഏറ്റവും ലാസ്റ്റ് മതം. മാത്രമല്ല ലോകത്തെ ഒന്നുകൂടി വിശാലമായി കാണാൻ അതിൽ തന്നെ കുറേ നിയമങ്ങളുള്ള മതം. നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. കച്ചവടം ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കാൻ പറഞ്ഞ മതം. അതിനു മുമ്പുള്ള പലതും ഫിലോസഫിയിൽ അധിഷ്ഠിതമായ മതങ്ങളായിരുന്നു എങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം
നിയമങ്ങൾ കൃത്യമായി നൽകപ്പെട്ട മതമാണ്. ഒരു ഒറ്റ ഉദാഹരണം പറയാം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. നല്ലതാ, ബൈബിളിലുണ്ട്, മത്തായി സുവിശേഷത്തിലുണ്ട്. പക്ഷെ അത് ചെയ്താൽ എന്താ ഗുണം, ചെയ്തില്ലെങ്കിൽ എന്താ തെറ്റ്, അല്ലെങ്കിൽ എന്താ അനുഭവിക്കേണ്ടി വരിക എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ ഒന്നുകൂടി അതേ ആശയത്തെ റസൂലുള്ളാഹി പറഞ്ഞപ്പോഴോ എങ്ങനെയാ വന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ എങ്ങനെയാ വന്നത്? അയൽവാസി പട്ടിണി കിടന്നാൽ നീ ഞങ്ങളിൽപ്പെട്ടവനല്ല. രണ്ട് കാര്യങ്ങളെ നമ്മൾ രണ്ട് രീതിയിൽ ചിന്തിക്കണം. അയൽവാസി പട്ടിണി കിടക്കരുത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അതിനുള്ള ശിക്ഷ അവിടെ തന്നെ പറഞ്ഞു. നീ ഈ ഉമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്നിൽ പെട്ടവൻ എന്ന ഐഡന്റിറ്റിയിൽ നിന്ന് യു വിൽ ബി ഓട്ടോമാറ്റിക്കലി എക്സ്കമ്മ്യൂണിക്കേറ്റഡ്. നമ്മൾ അതിൽ നിന്ന് അന്യതാവൽക്കരിക്കപ്പെട്ടു പോകും. നമ്മൾ പിന്നെ അതിന്റെ ആളുകളാണെന്ന് പറയാനുള്ള അവകാശം നഷ്ടപ്പെടുകയാണ്. അങ്ങനെയൊക്കെ വളരെ കഠിനമായി പറഞ്ഞെങ്കിലേ ഇത് നമ്മുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുള്ളൂ. ഇപ്പൊ 100% മാർക്ക് മേടിക്കാതെ ഇങ്ങോട്ട് വന്നേക്കരുത്, ഇനി കുടുംബത്തിൽ സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അന്ന് മുതൽ അങ്ങ് ഇറക്കി വിടുന്നൊന്നുമല്ല. അങ്ങനെയൊന്നും പേടിക്കരുത്, അല്ലേ? അല്ലെങ്കിൽ മുഴുവൻ മാർക്ക് മേടിക്കാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ വാപ്പയാണെന്ന്, എന്നെ പിന്നെ നീ വാപ്പാന്ന് വിളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമാണ്. പക്ഷേ ആ ഉദ്ദേശശുദ്ധി എന്താ? നീ മാക്സിമം ശ്രദ്ധിക്കണം, അല്ലേ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കണം എന്നാ പറയണേ. ആരെങ്കിലും പട്ടിണി കിടന്ന് ചത്തു കഴിഞ്ഞാൽ ഉടനെ ഒരാളുടെ ഈമാനും തൗഫീക്കും ഹിദായത്തും ഒക്കെ അങ്ങ് പോകുമെന്ന് വിചാരിക്കുക. ആ അർത്ഥത്തിലല്ല പറയുന്നെങ്കിലും അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ച ഒരു റസൂലിനെയാണ് നമ്മൾ ഇന്ന് ഓർക്കേണ്ടത്. അങ്ങനെ കൃത്യമായ ഓരോ കാര്യത്തിലും എവിടെ തുപ്പണം, എങ്ങനെ മൂത്രമൊഴിക്കണം എന്ന് വരെ പറയുന്ന, എങ്ങനെ ഏത് വശം ചെരിഞ്ഞു കിടക്കണം എന്ന് പറയുന്ന, തിന്നുന്നതിന് മുമ്പും കുടിക്കുന്നതിന് മുമ്പും എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്ന് പറഞ്ഞ കൃത്യമായ ശിക്ഷണം നൽകി അങ്ങനെ ഒരു സമൂഹം ഉദ്ഘാടനം ചെയ്ത് അതിന്റെ പരിപൂർണതയിൽ കണ്ട് അടുത്ത ആളുകൾക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് മറ്റ് പ്രവാചകന്മാരെ പോലെ അല്ല റസൂലുള്ളാഹി വഫാത്തായത്. മറ്റ് പ്രവാചകന്മാരൊക്കെ മരിക്കുന്ന സമയത്ത് അവർക്കൊന്നും ഇങ്ങനെ ഒരു സംവിധാനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിങ്ങനെ നല്ല രീതിയിൽ പോകുന്നത് കണ്ട് സന്തോഷത്തോടു കൂടി വഫാത്താകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹിയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും എൻ്റെ ഉമ്മത്തും ഞാനും എൻ്റെ സഹാബത്തുമാണ് നിങ്ങൾക്ക് മാതൃക എന്ന് പറഞ്ഞു പോകാൻ ആർക്ക് കഴിഞ്ഞു? റസൂലുള്ളാഹി കഴിഞ്ഞു. അതുകൊണ്ട് പേടിക്കണ്ടേ ഇങ്ങനെയുള്ളൊരു സംവിധാനത്തിന്. ഇനി ഇത് തകർന്ന എനിക്കെന്താ കുഴപ്പം? ഞാൻ ഹിന്ദു മതത്തിലെ ആചാര്യനല്ലേ. ഞാൻ ഭയക്കുന്നത് എന്താണെന്നറിയോ? ഇത്രയും സുശക്തമായി ദൈവിക സംവിധാനത്തിന്റെ അനുഗ്രഹമുള്ള ഒരു സംവിധാനത്തെ തകർക്കുമെങ്കിൽ അതിന്റെയൊക്കെ ഒരുപാട് പുറകിൽ നിൽക്കുന്ന ഇതൊരു ഡാം പോലെയാണ്. മുല്ലപ്പെരിയാറെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടെ നിൽക്കുകയില്ല എന്ന് പറയുന്ന പോലെ ഈ സാധനം ഒന്ന് തകർന്നു കഴിഞ്ഞാൽ പിന്നെ മതങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ബാക്കിയുള്ളവർക്കൊന്നും ഇത്രയൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് മറ്റു മതക്കാരും കൂടി ഒന്ന് മനസ്സിലാക്കണം. കാരണം ഞങ്ങളുടെയൊക്കെ നറുക്ക് വീണിരിക്കുന്നത് 5-മതോ 6-മതോ ഒക്കെയാണ്. ഇസ്ലാം കഴിഞ്ഞാൽ തകർക്കാൻ ക്രിസ്തു മതമുണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്. അങ്ങനെ ഒരുപാട് നാട്ടിൽ ഒരുപാട് മതങ്ങൾ കഴിഞ്ഞിട്ട് ഹിന്ദു മതത്തിന്റെ മേലോട്ട് വരുള്ളൂ. പക്ഷെ അതുവരെ സന്തോഷിച്ച് നിൽക്കാനുള്ള അവസരമില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് മക്കളെ ഇവിടെ വന്നു നിൽക്കുന്നത്. അറിയോ? അതുകൊണ്ട് ഒരാളും ശ്രദ്ധിക്കാതെ പോകരുത്. നിങ്ങളൊക്കെ അങ്ങ് തകർന്നു കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമേ ഞങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചോളാം, നിങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ട് ആകുന്നതല്ലേ ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിയില്ല. ഒന്നിച്ച് നിന്ന് ഇതിനെ എതിർക്കണം. ഒന്നിച്ച് നിന്നാണ് മതം പ്രസക്തമാണെന്ന് ഞാനും നിങ്ങളും തെളിയിക്കേണ്ടത്. എന്റെ മതം പ്രസക്തമാണെന്ന് ഞാൻ എത്രത്തോളം തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അത് നിങ്ങൾ പുലർത്തുന്ന കാണുമ്പോൾ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങളെ കൂടെ നിന്ന് മതം പ്രസക്തമാണെന്ന് ഇത്തരം വേദികളിൽ വന്ന് പറയാൻ നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ ആയത്തും ഖുറാനും ഹദീസും ഒക്കെ ഞാൻ പഠിച്ചേ പറ്റൂ. അതിനുവേണ്ടി പഠിച്ചതല്ല കേട്ടോ. 18 വയസ്സാകുമ്പോഴേക്കും 35 പ്രാവശ്യം ഖുറാനും 28 പ്രാവശ്യം ബൈബിളും വായിച്ച വ്യക്തിയാ. ഏതെങ്കിലും മതസൗഹാർദ്ദ വേദിയിൽ 4 ശ്ലോകവും 4 ആയത്തും വെച്ച് ഇനിയൊരു ജീവിതം അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചതുമല്ല എന്ന് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരുപാട് പണികൾ അറിയാൻ, മറ്റു പണികൾ ചെയ്യുന്നുണ്ട്, വരുമാന മാർഗങ്ങൾ വേറെയുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഒപ്പമുള്ള കുട്ടികളെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിട്ടാൽ പോകുന്ന സംവിധാനമേ ഉള്ളൂ.
മനസ്സിലാക്കണം, ഇത് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കണം. എന്തിനാ പറയുന്നത്? അതുകൊണ്ട് ഒരു സംവിധാനം ഇങ്ങനെ തകർന്ന കാണുമ്പോൾ അവരങ്ങ് തകരട്ടെ, നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ നമ്മൾ അപ്പം നോക്കാം എന്ന് പറഞ്ഞിരിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ സമയങ്ങളില്ല. കാരണം എന്താണെന്നറിയോ? ഈ ശത്രുക്കൾ വിചാരിച്ചതിലും അവർ വിചാരിച്ചത് ഇങ്ങനെ ആദ്യം ഇസ്ലാമിനെ തകർക്കാം, പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്ത്യാനിയെ തകർക്കാം, പിന്നെ ഇങ്ങനെ വരാമെന്ന് കരുതി. പക്ഷെ എന്തുകൊണ്ടോ എന്നറിയില്ല, അവർക്കൊക്കെ വലിയ അനുഗ്രഹം കിട്ടിയ ആൾക്കാർ അവരൊക്കെ. ഈ ഫേസ്ബുക്കും വാട്സപ്പും ഈ പറയുന്ന ആധുനിക സംവിധാനങ്ങളും ഒക്കെ കാണുമ്പോൾ പേടിയ അവരർത്ഥത്തിൽ. അതിൻ്റെ അർത്ഥം എൻ്റെ കയ്യിലും ഉസ്താദിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനത്തിനെ കുറ്റം പറയാന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ അവൻ ആ സാധനം കയ്യിലുള്ളത് കൊണ്ടാണ് ഇത് ലൈവൊക്കെ വിടുന്നത്. അതിൻ്റെ ഉപകാരമുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ ഇതിനൊരു വേറൊരു സൈഡുണ്ട്. ആ സൈഡിലൂടെ എന്തുണ്ടായി എന്നറിയോ? ഇങ്ങനെ വെർട്ടിക്കൽ ആൻഡ് ലീനിയർ, ഒരു വര വരച്ചാൽ ഇങ്ങനെ വെർട്ടിക്കൽ, ഈ രീതിയിൽ ഇതിനെങ്ങനെ ഇല്ലാണ്ടാക്കാം എന്ന് അവർക്ക് ലോട്ടറി അടിച്ചു. ഇന്നിപ്പോ തകർന്നുകൊണ്ടിരിക്കുന്ന എങ്ങനെയെന്നറിയോ? ഹൊറിസോണ്ടൽ ആൻഡ് സർക്കുലർ രീതിയിലാണ്. ഹിന്ദു മതവും ക്രിസ്തു മതവും എല്ലാവരും കൂടി ഒന്നിച്ച് നശിക്കുകയാണ്. അവരൊരിക്കലും അങ്ങനെ വിചാരിച്ചില്ല. ആദ്യം ഇസ്ലാമിനെ ഇല്ലാതെയാക്കാന്നാ വിചാരിച്ചു. പക്ഷെ ഇസ്ലാമിനെ ഇല്ലാതെ വെക്കുന്നതോടൊപ്പം തന്നെ ആ കളികളിൽ ഞങ്ങളും നിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ കൂടി, സത്യം പറഞ്ഞ നിഷ്പക്ഷമായി പറയട്ടെ, ആരും എന്നോട് വിഷമിക്കരുത്. ക്രിസ്ത്യാനികളുടെ കാര്യമാണ് സത്യത്തിൽ അബദ്ധത്തിലായിരിക്കുന്നത്. ഇസ്ലാമിന് ഇനിയും പലയിടങ്ങളിലെങ്കിലും കുറച്ചെങ്കിലും ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആത്മീയ സമ്പ്രദായങ്ങളുടെ ശോഷിപ്പ് ക്രിസ്ത്യൻ സംവിധാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുത്തി. അതിന്റെ ലക്ഷണമാണ് അമേരിക്കയിലും ലണ്ടനിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ മതം ഒരു കാലത്തുണ്ടായിരുന്ന മതമില്ലാത്ത അവസ്ഥയിലേക്ക് പോയത്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഞങ്ങൾ പോയി അവിടെ 4 പള്ളി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഇതേപോലെ അവർക്ക് തകർക്കാൻ അറിയാം. ഒരു 40 കൊല്ലം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്നുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ നാളെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആക്കാൻ കഴിയും. നമ്മൾ സന്തോഷിക്കരുത്. ഇതൊന്നുമല്ല ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ. കൃത്യമായി മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവർ വിചാരിച്ചത് ഇങ്ങനെയാണെങ്കിൽ നടക്കുന്നത് ഇങ്ങനെയാ. എല്ലാവരും ഒരുപോലെ, നമ്മുടെയൊക്കെ മതങ്ങളിലെ അപ്രസക്തി ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുക. ഹിന്ദു മതം ചെയ്യുന്ന കുറെ വീഡിയോസ് അങ്ങോട്ടിട്ട് കൊടുക്കുമ്പോൾ മറുപക്ഷത്തു നിന്ന് ഇസ്ലാം ചെയ്ത കുറെ വീഡിയോകൾ ഇങ്ങോട്ട്. അപ്പൊ ബരാബറായി, രണ്ടു കൂട്ടർക്കും സമാധാനമായി. ഇനിയൊന്നും പറയാനില്ല. ഇനി ഇതിൽ ആരാ ഗോള് കൂടെ അടിക്കുന്നതെന്ന് മാത്രം എണ്ണിക്കൊണ്ടിരുന്നാൽ മതി. ഈ കളിയിലേക്ക് ആരാ മക്കളെ നമ്മൾ ഇറക്കിയത്? ഇത്തരം കളികൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയാനെങ്കിലും ഈ വേദിയിൽ നമുക്ക് കഴിയണം. അതിനുള്ള വേദിയായിരിക്കണം ഈ സൗഹൃദ സംഗമവും മാനവ സംഗമവും. നന്നായി മാനവ സംഗമം എന്ന് പറഞ്ഞ മതസംഗമം എന്ന് പറയാതിരുന്നത് നന്നായി. മാനവരൊന്നിച്ചിരുന്നു കൊണ്ട് നമുക്ക് സൗഹൃദം പങ്കുവെക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ നമ്മൾ എത്തിപ്പെട്ടു? നേരത്തെ പറഞ്ഞതുപോലെ എമിഗ്രേഷൻ ക്ലിയറൻസിൽ മതങ്ങൾ നിൽക്കുക. ഞങ്ങളുടെ കയ്യിൽ തീവ്രവാദമില്ലേ? എൻ്റെ ഈ കാവി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാവിയല്ലേ? എൻ്റെ താടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന താടിയല്ലേ? എൻ്റെ നിസ്കാരത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ? എൻ്റെ ഈ തൊപ്പി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ? എൻ്റെ രുദ്രാക്ഷം, എൻ്റെ കയ്യിലെ കെട്ട്, ഇതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ എന്നിങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൊണ്ട്. ആ ഒരു ഗതികേടിൽ നിന്ന് നമുക്ക് ഒന്നിച്ചു മുന്നേറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെന്താ ചെയ്യണ്ടേ? 150 1500 കൊല്ലം മുമ്പ് ഇവരൊക്കെ ചിട്ടയായി പ്രവർത്തിച്ചാലും തകർക്കാൻ പറ്റുന്നതല്ല ദീൻ, തകർക്കാൻ പറ്റുന്നതല്ല മതം, അതല്ല ധർമ്മം എന്ന് തെളിയിക്കേണ്ടത് ആരാ? ഞാനും നിങ്ങളും ചെയ്യുന്നതോ പുഞ്ചിരിക്കുന്ന സദക്കയാണെന്ന് പറഞ്ഞാൽ പോലും ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയാത്ത മുഖങ്ങളുമായി നമ്മളൊക്കെ മറന്നുപോയിരിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഞാൻ കാണുന്നത്, നിങ്ങളുടെ വിഭാഗം എങ്ങനെ ഏറ്റെടുക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ആദ്യം പഠിപ്പിച്ചത് പുഞ്ചിരിക്കാനാ. ആരാരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, പുഞ്ചിരിയോടുകൂടി നിർത്തരുത്, സലാം പറയണം എന്ന് പറഞ്ഞു. സമാധാനം, എൻ്റെ ഭാഗത്തു നിന്ന് നിനക്ക് സമാധാനം ഉണ്ടാവൂ. സലാം എന്ന വാക്കിന്റെ പച്ചയായ അറബി അർത്ഥം സമാധാനം. ഈ വാക്ക് അറബിയിൽ മാത്രമൊന്നുമല്ല, ഹീബ്രു ഭാഷയിൽ ഷാലോം. അപ്പൊ ഒരാളെ കാണുമ്പോൾ സമാധാനം പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കയ്യിൽ നിന്ന് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന ഒരു സമാധാനമാണ് എനിക്ക് കിട്ടുന്നത്. അതിന് ആത്മീയമായ കുറെ അർത്ഥങ്ങളുണ്ട്. അള്ളാഹുവിന്റെ സമാധാനം, പരമമായ ശാന്തി, അല്ലെങ്കിൽ നിനക്ക് ഉണ്ടാകട്ടെ, അത് ലഭിച്ചവനായതുകൊണ്ട് ഞാൻ നിന്നെ സമാധാനം ആശംസിക്കുന്നൊക്കെ. നിങ്ങളതിന്റെ മതപരമായ രീതിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ.
പക്ഷെ പച്ചയായ ഒരു മനുഷ്യൻ ഇത് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക? നിങ്ങൾ സമാധാനത്തിലാവണം, ആരെ കണ്ടാലും സമാധാനം പറഞ്ഞോളണം, പുഞ്ചിരിക്കണം, ആദ്യം ചിരിച്ചുകൊണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് പഠിച്ചത് ഞാനൊക്കെ വായിച്ചത് ഇങ്ങനെയാ: ഒരു മറയുടെ അപ്പുറത്തോട്ട് പോയി തിരിച്ചു വന്നാൽ വീണ്ടും സലാം പറയണം. 10 പ്രാവശ്യം പോയി 10 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അറബികൾ ഇപ്പോഴും അത് പറയുന്നുണ്ട്. നമ്മൾ രാവിലെ ഉസ്താദിനെ കണ്ടു സലാം പറഞ്ഞാ ഇനിയിപ്പോ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ പറഞ്ഞാൽ മതി. ഇത്രയും നേരം അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതല്ല. അത്രത്തോളം എന്താ പറയാ, റസൂലുള്ളാഹി എത്ര സൂക്ഷ്മതയോട് കൂടി ആ ദീനിനെ ഉണ്ടാക്കിയെടുത്തത്. വളരെ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സമുദായത്തിൽപ്പെട്ടവർ തമ്മിൽ കാണുമ്പോൾ ചിരിക്കുക മാത്രമല്ല, സമാധാനം പറയണം. അതോടുകൂടി മതിയോ? ആശ്ലേഷിക്കണം, കൈ കൊടുക്കണം. ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്ത, തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമുള്ള കാലഘട്ടം അന്നും അവിടെയും ഉണ്ടായിരുന്നു, അതിനു മുമ്പും അവിടെയും ഉണ്ടായിരുന്നു. അതൊന്നുമില്ലാത്ത രീതിയിൽ നീ നെഞ്ചോട് ചേർക്കണം, കൈ പിടിക്കണം, ഹസ്തദാനം ചെയ്യണം. ഇന്ന് കൈ കൊടുത്താൽ പോലും കൈ കൊടയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. നമ്മളൊക്കെ കൈ പിടിച്ചത് കൊണ്ടൊക്കെ എന്തോ നഷ്ടപ്പെട്ടു പോയി എന്ന രീതിയിൽ കൈ കഴുകുമെന്ന് പറഞ്ഞവരെ എനിക്കറിയാം. ആരാ സന്തോഷിക്കുക ഇത് കാണുമ്പോൾ? നമ്മുടെ ശത്രുക്കൾ സന്തോഷിക്കും. കണ്ടോ, അവൻ്റെയൊക്കെ മതം ഇത്രയേ ഉള്ളൂ. പ്രവാചകന്മാർ പറഞ്ഞതൊരു വഴിക്ക് അനുഷ്ഠിക്കുന്നത് വേറൊരു രീതിയിലേക്ക്. നമ്മളൊന്ന് കൂടെ ഇരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? സമയം പോരാ. ഇതൊക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സമയം പോരാ. ഇനി ഒരു അരമണിക്കൂറും കൂടിയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷെ അത്രയും ഞാൻ പോവില്ല. എനിക്കിതിൻ്റെ പരിഹാരമാണ് നിങ്ങളോട് പറയാനുള്ളത്. മതത്തെ അപ്രസക്തമാക്കണമെന്ന് വിചാരിക്കുന്നവരുടെ മുമ്പിൽ മതത്തെ പ്രസക്തമാക്കേണ്ടുന്ന തൊഴിൽ നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ഇപ്പൊ ശബരിമല വിഷയം വന്നതിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാലും പറയാ, ഇപ്പോഴും വിശ്വാസി സമൂഹവും ആചാര്യ സമൂഹം അടക്കമുള്ളവർ ഈ കഴിഞ്ഞു പോയതിനെ കുറിച്ച് എത്ര വിഷമത്തോട് കൂടിയിട്ടാണെന്നറിയോ? ഇനിയൊരു കോടതി വിധി അതിന് അനുകൂലമായി ഉണ്ടായി, കേറിയത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേറിയതിന് ഞാൻ ഉത്തരവാദിത്തം പറയും, അല്ലേ? ഈ കേറിയതിനും കയറ്റിച്ചതിനും ഇനി ആരുത്തരം പറയും? തീർത്താ തീരുമോ വിശ്വാസികളുടെയും ആചാര്യന്മാരുടെയും ഉള്ളിലെ വിഷമങ്ങൾ? കൊണ്ടെത്തിച്ചില്ല ഈ ഒരു രീതിയിലേക്ക്. അതുകൊണ്ട് ഒരു ശബരിമലയിൽ സ്ത്രീ കയറണം എന്ന വിധിയല്ല ഇതിലൂടെ വരാൻ പോകുന്നു. ഒന്നില്ലെങ്കിൽ ഇത് ഒരു അവസാനമാകണം. മതവിഷയങ്ങളിൽ ഇത്തരം സെക്യുലർ കോടതികൾ ഇടപെടുന്നത് നിർത്തണം എന്നത് ശക്തമായി വാദിക്കപ്പെടണം. അതിനെല്ലാവരും ഒന്നിക്കണം. ഇല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും? സുന്നി വിഭാഗത്തിലെ മുമ്പിൽ തന്നെ ഫസ്റ്റ് സോഫിൽ പെണ്ണുങ്ങളെ കയറ്റിക്കൊള്ളണം എന്ന കോടതി വിധി വന്നാൽ എന്ത് ചെയ്യും? അല്ല, കയറ്റുന്ന വിഭാഗങ്ങളുണ്ട്, അത് അവർ തീരുമാനിച്ച് കയറ്റിയതാ. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മുജാഹിദ് വിഭാഗവും അല്ലെങ്കിൽ ഖാദിയാനി വിഭാഗവും ജമായത്ത് വിഭാഗവും ഒക്കെ അവരുടേതായ രീതിയിൽ സൗകര്യം ചെയ്തു കൊടുത്ത് കയറ്റുന്നുണ്ട്. അത് അവരാണ് തീരുമാനിച്ചത്. അതിൽ നന്മയുണ്ട്, അത് അവർക്കാണ് അവർ അറിയത്തുള്ളൂ. അതേപോലെ തന്നെ തീരുമാനിക്കാനുള്ള അവകാശം സുന്നി വിഭാഗത്തിനുണ്ട്, കയറണമോ കയറ്റണ്ടയോ. പക്ഷെ അത് മാത്രം നാളെ കോടതിയിലൂടെ തീരുമാനിക്കപ്പെട്ടാൽ എത്ര ബുദ്ധിമുട്ടും നമ്മൾ. അത് മാത്രം മറ്റുള്ളവരെ മാതൃക സ്വീകരിച്ച് ഇവിടെ മുജാഹിദ് കയറ്റുന്നില്ലേ, ഖാദിയാനികൾ അല്ല അഹമ്മദിയ ജമാഅത്ത് കയറ്റുന്നില്ലേ, അല്ലെങ്കിൽ ജമാഅത്തുകാർ കയറ്റുന്നില്ലേ, ജമാഅത്ത് ഇസ്ലാമി കയറ്റുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് സുന്നികൾ എന്ത് ചെയ്താലും കയറ്റണം എന്നൊരു വിധി വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള വിധികൾ, അങ്ങനെയുള്ള കേസുകളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം? നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഖുർആൻ നിരോധിക്കണമെന്ന് പറഞ്ഞ കേസ് ഓൾറെഡി കൽക്കട്ടയിൽ എത്രയോ കാലം മുമ്പ് കൽക്കട്ട ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. 149 സ്ഥലങ്ങളിൽ വർഗീയവാദം പുലർത്തുന്ന ഈ ഒരു ഗ്രന്ഥം ഇന്ത്യ മഹാരാജ്യത്ത് ഒരൊറ്റ പ്രതി പോലും ഇല്ലാതെ നിരോധിക്കണം എന്ന് പറഞ്ഞ ഗ്രന്ഥം, എന്ന് പറഞ്ഞ കേസ് കൽക്കട്ട ഖുർആൻ കേസ് ഞങ്ങളൊക്കെ ലോ കോളേജിൽ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടത്. പക്ഷെ അന്ന് കോടതി പറഞ്ഞു ഇതെടുക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല, എടുക്കാൻ കഴിയുന്നൊരു കാലത്ത് നമുക്ക് നോക്കാം. ഇന്ന് തോന്നുന്നുണ്ടോ സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് പോയാൽ എടുക്കുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എടുക്കൂല എന്നാണോ തോന്നുന്നത്? ഇപ്പോഴും 100% എടുക്കും. പക്ഷേ ഇന്ന് വരെയും സങ്കടം എന്ന് പറയട്ടെ, ആ കേസിനെ പ്രതിരോധിക്കാൻ ഇവിടെ ഒരൊറ്റ മുസ്ലിം സംഘടനയും ഇനിയും ആ കേസ് എന്താണെന്ന് പോലും പഠിച്ചിട്ടില്ല.
അൽഹംദുലില്ലാ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പോകും. എന്തിനാണെന്നറിയോ? ഈ 149 ആയത്തുകളും കാണാപ്പാടാണ് എനിക്ക്. ഈ 149 ആയത്തുകളിലൂടെ ഞാൻ തെളിയിക്കും ഇത് ബഹുസ്വര രാജ്യമായ ഇന്ത്യയിൽ അനിവാര്യമാണെന്ന്. ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ആരെങ്കിലും അത്തരം ഒരു സാഹചര്യം വന്നാൽ ആദ്യം കക്ഷി ചേർക്കേണ്ടത് തന്നെയാണെന്ന് അറിയിച്ചുകൊള്ളും. ഇതൊരു വസിയത്താണ്. കാരണം ഞാൻ തയ്യാറായതിനെ പ്രതിരോധിക്കാൻ. കാരണം അതിൻ്റെ ഒന്നും അർത്ഥങ്ങൾ അങ്ങനെയല്ല. ഞാൻ കണ്ട ഖുർആനിൽ 35 പ്രാവശ്യം വായിച്ചപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, ഈ വാചകങ്ങളൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞു, ഇതും കണ്ടതിൽ അപ്പുറവും കണ്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് എന്താ? അതിൻ്റെ ഒന്നും അർത്ഥങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളിതൊന്നും ആ രീതിയിലല്ല കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ മതങ്ങൾക്കുമുള്ള, നാളെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കത്തോലിക്ക വിഭാഗത്തിൽ സ്ത്രീകളെ അച്ഛൻ എന്നുള്ളതിന്റെ അച്ചി തന്നെയല്ലേ പറയുന്നത് അല്ലേ? ഇന്നിപ്പോ നമ്മൾ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നൊക്കെ പറയും, റവറന്റ് ഫാദർ. അപ്പൊ ഇവര് അച്ഛന്മാരായി കഴിഞ്ഞാൽ മലയാളത്തിലാണ്, ഇംഗ്ലീഷിൽ അപ്പൊ ഇവരെന്ത് പറയും? റവറന്റ് ഫാദറി എന്ന് പറയാൻ പറ്റുമോ? മദർ എന്ന് പറയാൻ പറ്റില്ല, കാരണം മദർ അല്ലല്ലോ. എനിക്ക് അറിഞ്ഞൂടാ ഇത് ഇങ്ങനെ കുഴപ്പിക്കേണ്ട കാര്യം എന്താ. ഇത് അതാത് വിഭാഗങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പൊ CSI വിഭാഗം തീരുമാനിച്ചു. നമ്മുടെ ഇടയിലൊക്കെ CSI എന്ന് പറഞ്ഞ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ആംഗ്ലിക്കൻ ചർച്ചിന്റെ അവര് പോയപ്പോ ഇവിടെ പിന്നെ CSI ആയി മാറി. അവരുടെ ഇടയിൽ അച്ഛന്മാരുണ്ട്, കൊച്ചമ്മമാരുണ്ട്, ലോഹയൊക്കെ ഇട്ട് ഇടക്കെട്ടൊക്കെ കെട്ടിയ ബിഷപ്പുമാരും ഉണ്ട്. അത് അവരുടെ പ്രശ്നം, അവര് തീരുമാനിച്ച അതിൽ നമുക്കൊന്നും പറയാനില്ല. ഉണ്ടോ? മുജാഹിദുകൾ പള്ളിയിൽ കയറ്റുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഞങ്ങളെ വിഭാഗത്തിൽ അത് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? അല്ലെങ്കിൽ കത്തോലിക്ക വിഭാഗത്തിൽ അങ്ങനെ പൗരോഹിത്യം സ്ത്രീകൾക്ക് കൊടുക്കൂല എന്ന് പറയാൻ ഈ രാജ്യത്ത് കഴിയൂലേ? നിങ്ങളൊക്കെ വിചാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതിനും അപ്പുറത്താണ് ഇതിന്റെയൊക്കെ വ്യാപ്തി എന്നെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ 1.5 മണിക്കൂറൊന്നും പോരാ. പിന്നെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊക്കെ ക്ഷീണവും കുഴക്കമൊക്കെ കാണും. ഇനി ഇത് കഴിഞ്ഞിട്ടൊരു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ തങ്ങളവറുകളുടെ ഒക്കെ ഒരു പരിപാടി കൂടിയുണ്ട്. ഏതായാലും പറഞ്ഞൊന്ന് തീർക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ല നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. 150 കൊല്ലമായി കൃത്യമായി ശാസ്ത്ര സാങ്കേതിക മനഃശാസ്ത്ര രംഗത്ത്, മതരംഗത്ത് ചിട്ടയോട് കൂടി നമ്മുടെ ശത്രുക്കൾ മതങ്ങളെ ഇല്ലാതെയാക്കുക എന്ന അജണ്ടയോട് കൂടി എല്ലാത്തിനെയും ആട്ടിക്കയറ്റി ക്ലിയറൻസിന് നിർത്തിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും എന്ത് പ്രതിരോധം എന്നെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു തുടങ്ങണം. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ വന്ന് പറയുമ്പോഴെങ്കിലും അല്ലേ നിങ്ങൾ സത്യം പറ, നെഞ്ചു തൊട്ട് പറ, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നത് ഇതിന്റെ മുമ്പ് ആരെങ്കിലും ഏതെങ്കിലും പ്രസംഗവേദിയിൽ കേരളത്തിലെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ടോ? ഇതെന്റെ ഒരു വെല്ലുവിളിയാണ്. ഇത് പൊതുസമൂഹം കാണുന്ന ലൈവ് പോകുന്ന ഒരു കാര്യമാണ്. ഒരു മതത്തിലും പെട്ട, ഒരു വിഭാഗത്തിലും പെട്ട ആളുകൾ ഇത്തരം രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടിലേക്കാണ് ദിവസവും ചെല്ലുന്നത്. എൻ്റെ നിങ്ങളും ഒന്നിച്ച് കപ്പലിൽ കയറ്റി മുക്കിക്കൊല്ലാനുള്ള പരിപാടിയാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എല്ലാവർക്കും അവരുടെ വിഭാഗം, അവരുടെ കാര്യങ്ങൾ, ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ച് ആണെന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ടാണ് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഒന്നും നമ്മളെ പെടുത്തരുത്. എനിക്കെല്ലാവരും ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ആർജിത ഹിന്ദു സമാജത്തിന്റെ എന്തോ എഴുതിയിരിക്കുന്ന നമ്മുടെ ഒന്നും എഴുതിയിട്ടില്ല. ആർജിത ഹിന്ദു സമാജത്തിന്റെ പരമാചാര്യൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഇങ്ങനെ വിഭാഗീയത സൃഷ്ടിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയല്ല ഞാൻ. അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളുടെ വേദിയിൽ എന്നെപ്പോലുള്ള ആളുകൾ പങ്കെടുക്കുമ്പോൾ വിഷമം തോന്നുകയും ദേഷ്യം തോന്നുകയും ചെയ്യുന്നവരുടെ പ്രതിനിധിയല്ല ഞാൻ. ഇത് കാണുമ്പോൾ സന്തോഷിക്കുന്നവരുടെ പ്രതിനിധിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒന്നിച്ച് താമസിക്കുകയും ഒന്നിച്ചൊരിടത്ത് വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുകയും എൻ്റെ ദീനിന്റെ പ്രശ്നവും നിങ്ങളുടെ ധർമ്മത്തിന്റെ പ്രശ്നവും, അല്ലെങ്കിൽ നിങ്ങളുടെ ദീനിന്റെയും എൻ്റെ ധർമ്മത്തിന്റെയും പ്രശ്നവും ഏറെക്കുറെ ഒന്നാണെന്ന് മനസ്സിലാക്കി അതിനൊരു പരിഹാരമാർഗം തേടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഏത് വിഭാഗത്തു നിന്നുള്ളവരാണെങ്കിലും. കാരണം ഒരൊറ്റ തലമുറ കൂടി കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദു മതവും ഉണ്ടാവില്ല, ക്രിസ്തു മതവും ഉണ്ടാവില്ല, ഇസ്ലാം മതവും ഉണ്ടാവില്ല. അതിന്റെ തെളിവ് ഞാൻ പറഞ്ഞു തന്നു. 18-നും 40-നും ഇടയിലുള്ള കുട്ടികളുടെ എണ്ണത്തിലെ കുറവ് അല്ലേ? ഇല്ലെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കുട്ടികൾ മുമ്പിൽ വന്നിരിക്കുക. ഇന്നിപ്പോ ഒരു ക്ലബിന്റെ ഉദ്ഘാടനം വെക്കുക. ഇവിടെ ഒരു നല്ല എന്താ പറയാ, ഒരു എന്തോ ഒരു ടോമി ഉണ്ടല്ലോ, റിമി
പുള്ളിയുടെ ഒരു നല്ല അനുഗ്രഹീത കലാകാരിയൊക്കെ കേട്ടോ, എനിക്ക് ഒരു വിഷമമില്ലേ. പക്ഷെ ഈ പരിപാടിക്ക് പോരാ അതായിരുന്നു എന്നെങ്കിലോ ഇവിടെ ഒരൊറ്റ വയസ്സന്മാരെയും കാണുമോ? ഇല്ല. നിങ്ങളൊക്കെ വിളിച്ചാലും വരുമോ? ഇല്ല. പക്ഷെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ചാടാൻ ആരുണ്ടാകുമായിരുന്നു? അതിന് 4 മൈക്കൽ ജാക്സന്റെ പാട്ടൊക്കെ ആയിട്ട് നിങ്ങളും വരൂലേ? എവിടെ അതിന്റെ ആൾക്കാർ അല്ലേ? അതിന് പറ്റുന്ന തപ്പാങ്കുത്തൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ അങ്ങനെയൊക്കെ നടത്തിയാൽ കുറെ പൈസ പിരിഞ്ഞു കിട്ടും. പള്ളിപ്പണിയൊക്കെ വേഗം തീർക്കാം. പള്ളിപ്പണി തീർന്നിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്, ഇനിയും തീരാനുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങളെപ്പോലത്തവരൊന്നും വിളിച്ച് പരിപാടി ഒന്നും നടത്തുന്നതിന് വരെ നല്ല റിമീറ്റോമിയൊക്കെ വിളിക്കുന്നതാണ് നല്ലത്. പൊന്നു സഹോദരി, അവർ മോശമാണെന്നല്ലോ പറഞ്ഞു, അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കല്ലേ. അത് മറ്റൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേജ് ഷോകളൊക്കെ നടത്തി കഴിഞ്ഞാൽ എത്ര ദൂരത്തുനിന്ന് പിള്ളേർ അറിഞ്ഞു വരും അല്ലേ? ഇതിപ്പോ ഈ മഹലുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട മറ്റത് അരിപ്പാടുന്ന് വരും, കരുനാഗപ്പള്ളിയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊക്കെ വരട്ടെ. ഈ രീതിയിലേക്ക് നമ്മളെ കുഞ്ഞുമക്കളെ ഈ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ആക്കി ഒരുത്തം മാത്രം, കുറച്ച് പേര് 2-3 പേര് മാത്രം അവിടെ ചെറുപ്പക്കാരൊക്കെ ഇരിക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്ത് പറ്റിയടാ? മലയാളി തന്നെയല്ലേ? അതോ ചില ബംഗാളി പിള്ളേരുണ്ട് നല്ല മിടുക്കതിന്, അവർക്ക് പിന്നെ മലയാളം ഒന്നും അറിയില്ല. മലയാളികൾ തന്നെയാ. അല്ല, ഇന്നാളെ ഒരു വർഷം ഇതേപോലെ കുറെ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ പേരെന്താ? ഒന്നും മിണ്ടുന്നു. അവസാനം പറഞ്ഞു ദീനുൽ ഇസ്ലാം. ഞാൻ ചോദിച്ചു അതെന്തോ? മേരാ നാം ഹേ എന്ന് പറഞ്ഞു. ഓ അത് ശരി. അപ്പൊ ഇരുന്ന് തലകുലുക്കി കേട്ടത് മുഴുവൻ ബംഗാളികളായിരുന്നു. നിങ്ങൾ ബംഗാളികളൊന്നും അല്ലല്ലോ? 3 എണ്ണവും മലയാളികളാ. ഇപ്പൊ കണ്ടാലും മനസ്സിലാവും. പറഞ്ഞുകൊണ്ട് വരുന്ന ഇതാണ്, ഇതൊന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട്. മതം അപ്രസക്തമാക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും ശാസ്ത്രത്തെയും എല്ലാ വിവര സാങ്കേതിക വിദ്യകളെയും ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മതം ശരിയല്ല എന്ന് എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. നിങ്ങളുടെ മതം ശരിയല്ല എന്ന് നിങ്ങളുടെ വാക്കുകൾ കടമെടുത്ത് തന്നെ പ്രചരിപ്പിക്കുക. ഇന്ന മൗലവി ഇന്നവരോട് ഇന്ന മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഇതിലൊന്നും പെടാത്തവരാ. അല്ലെങ്കിൽ ഇന്ന സ്വാമിക്ക് മറുപടി കൊടുത്തു എന്ന് പൊക്കിക്കൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ പഴയ ചില സ്വാമിമാരങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ നവോത്ഥാനത്തിന്റെ പേരിലുമൊക്കെ ഒരർത്ഥത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഞങ്ങളുടെ തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നവോത്ഥാനത്തിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇവിടെ പലതിനെയും തകർക്കും. അവർക്കൊരു പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടത് എന്താ സംഭവിച്ചത്. പക്ഷെ മൊത്തത്തിൽ അവരുടെ ജീവിതവും അവരുടെ കാലഘട്ടം, അതുകൊണ്ട് തന്നെ പലരും ഇന്ന് ആ കാലഘട്ടത്തിലൊന്നും ഇല്ല, അല്ലെങ്കിൽ അതൊന്നും തുടരുന്ന കുട്ടികളുമില്ല എന്നുള്ളതൊരു ആശ്വാസമാണ്. പക്ഷെ അവരുണ്ടാക്കിയ ആ കേടുപാടുകൾ, പുതിയ ആശയത്തിന്റെ പേരിൽ മറ്റും ഉണ്ടാക്കിയ ഒരുപാട് കേടുപാടുകൾ തീർക്കണമെങ്കിൽ ഇനി എത്ര ഈമാനുള്ളവർ വരണമെന്നാണ് ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത്. എത്ര സൂക്ഷ്മതയോടുകൂടി അവനവന്റെ മാർഗം പ്രസക്തമാക്കുന്നവർ വരണം. അതുകൊണ്ട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, മതം അപ്രസക്തമാകണമോ മതം പ്രസക്തമാകണമോ എന്ന് ഇന്ന് തീരുമാനിച്ചിട്ട് ഇവിടുന്ന് പോകണം. നാളത്തേക്കൊന്നും വെക്കരുത്. ഞാൻ വിശ്വസിക്കുന്നു, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടത് എൻ്റെ മതമെങ്കിലും അല്ല, അത് നിങ്ങൾക്ക് നിങ്ങളെ മതമല്ലേ അറിയുള്ളൂ. നിങ്ങളുടെ മതം കൃത്യമായി അത് നല്ലതാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിയിക്കേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ അതേ റസൂലുള്ളാഹിയുടെ വിഷയത്തിലേക്ക് വരാം. നീ പട്ടിണി കിടക്കുന്ന നിന്റെ അയൽവക്കത്തുണ്ടെങ്കിൽ നീ മതം പ്രസക്തമാക്കിയവനല്ല, നീ എന്നിൽപ്പെട്ടവനെ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ, ഇന്നുള്ള ജനസംഖ്യയിൽപ്പെട്ടവർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ 160 അയൽക്കാരനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അയൽക്കാരൻ ആരാന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, നിന്നെ മുന്നോട്ട് നോക്കുമ്പോൾ 140 പേര്, ഈ സൈഡിലേക്ക് 40 പേര്, ഇങ്ങനെ 4 ചുറ്റും 40 പേര്. അപ്പൊ ഒരു മുസ്ലിമിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എത്രയാ? 160 കുടുംബങ്ങൾ. അതിൽ അമുസ്ലിം എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജാതി മത വർഗ ലിംഗ വ്യത്യാസമന്യേ നിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന 160 കുടുംബങ്ങൾക്ക് നീ നന്മ ചെയ്യണമെന്ന് ഓരോ മുസ്ലിമിനെയും പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. ഇതൊന്ന് കൃത്യമായി പുലർത്തിയിരുന്നെങ്കിൽ, ചിലര് പറയും 150 ഇല്ല, 160 ഇല്ല സ്വാമി, ഇല്ല, പിന്നെ എത്രയാ? 40 ഉള്ളൂ. സമാധാനം, 40 ഒരു മുസ്ലിം 40 ഏറ്റെടുത്താൽ 40 വരെയൊക്കെ ഉണ്ടെന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. 160 ഇച്ചിരി കൂടി എന്ന് പറയാം. 40 ഉണ്ടെന്ന് എല്ലാവരും സർവ്വസമ്മതമല്ലേ?
എല്ലാ ഹദീസും കൂട്ടി ക്രോഡീകരിച്ച് നോക്കുമ്പോൾ നമുക്കൊരു 40 എത്തിക്കൂടും. ഞാൻ പറയുന്നു, നിങ്ങൾ 40 വേണ്ട, 4 കുടുംബങ്ങളെ ഏറ്റെടുത്താൽ ഒരു 0 വിലയില്ല. അതുകൊണ്ട് നമുക്ക് 40 വേണ്ട, 4 മതി. ഞാനെന്ന മുസ്ലിം അല്ലെങ്കിൽ ഞാനെന്ന ധർമ്മമനുഷ്ഠിക്കുന്നവൻ എൻ്റെ 4 വശത്തുള്ള 4 കുടുംബങ്ങളെ ഇന്നത്തെ കേരളീയ സാഹചര്യത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട്, അല്ല 5 വർഷം കൊണ്ട് കേരളത്തെ 10 പ്രാവശ്യം ദാരിദ്ര്യ വിമുക്തമാക്കാം. ഇവിടെ റേഷൻ ഉണ്ടാവില്ല, APL കാർഡ്, BPL കാർഡ്, ആ കാർഡ് ഈ കാർഡ് ഒന്നും കാണുകയില്ല. ഇവിടെ ഒരു ആന്ധ്രേനെയും നമ്മൾ ആശ്രയിക്കേണ്ടി വരില്ല. പിന്നെ അവസാനം ഈ അരി വാങ്ങിയവൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങോട്ട് അരി വേണോ? ഞങ്ങൾക്ക് ധാരാളം അരിയായി. ഈ എക്കണോമിക് ഈ റസൂലുള്ളാഹി മുന്നോട്ട് വെച്ച ഈ ഇസ്ലാമിക് എക്കണോമിയെ കുറിച്ച് ഒരു പുസ്തകം പോലും ഈ ലോകത്തിൽ എവിടെ എഴുതപ്പെട്ട ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളുണ്ടോ എന്ന് തപ്പാൻ തുടങ്ങിയൊരു കാര്യമായി ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം, എനിക്ക് കൂടുതൽ പഠിക്കാൻ. പക്ഷേ നമ്മൾ നിഷ്പക്ഷമായി ഒന്ന് ഈ ഒരു റസൂലിൽ നിന്ന് പഠിച്ചു നോക്കിയേ. ഒരാൾ വിശ്വാസിയായാൽ 4 വീടിന്റെ ഐശ്വര്യത്തിനും കാരണമായി ആ ധർമ്മം, ആ ദീൻ വിളങ്ങണമെന്ന് ആഗ്രഹിച്ചത് ഒരു തെറ്റായി പോയോ? ഇങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ മതത്തെ പ്രസക്തമാക്കി കൊടുക്കേണ്ടത്? ഇനി ഒന്നും വേണ്ട, ഒരാളെ ഏറ്റെടുത്താൽ മതി. ഞാൻ വീണ്ടും ഓഫർ കുറയ്ക്കുക. 4 എന്നുള്ളത് 1 ആക്കിയാൽ, 4 എന്നുള്ളത് 1 ആക്കി കഴിഞ്ഞാൽ ഒരാളെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുള്ളൂ എങ്കിലും മര്യാദയ്ക്ക് ഒരു കുടുംബത്തിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 2.5 വർഷം കൊണ്ട് കേരളത്തിൽ ദാരിദ്ര്യം ഇല്ല എന്ന ഒരവസ്ഥ വരും. 100% ദാരിദ്ര്യ നിർമ്മാർജ്ജനം നൽകപ്പെടും രാജ്യമായി കേരളം മാറും, സംസ്ഥാനമായി മാറും. വിശ്വാസം വരുന്നില്ല അല്ലേ? ഇതിന്റെ കളി പറഞ്ഞുതരാം. ഇവിടെ അടുത്താണല്ലോ ഈ അമ്പലപ്പുഴയാണോ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്ന കഥ? ഹരിപ്പാടാണോ അമ്പലപ്പുഴയാണോ? അമ്പലപ്പുഴ. ആ ചെമ്പകശ്ശേരി രാജാവിന്റെ ഒരു കഥ കേട്ടിട്ട് ഇപ്പൊ തലവെല്ലവും കൊയ്യോ അതിന്റെ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം വലിയ ചതുരംഗം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാന്നാ കേട്ടിരിക്കുന്നത്. ആണോ? ആ, ചെസ് കളിയിൽ വളരെ അഗ്നിയനാണ് അദ്ദേഹം. അങ്ങനെ ചെസ് കളിയിൽ എല്ലാവരും തോൽപ്പിക്കും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആ രാജ്യത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഒരു ദരിദ്ര ബ്രാഹ്മണ ബാലൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങുമായി ചെസ് കളിക്കണം അല്ലെങ്കിൽ ചതുരംഗം കളിക്കണം. രാജാവ് പറഞ്ഞു, അതിനെന്താ, നമുക്ക് കളിക്കാലോ. അതിനു മുമ്പ് അവർ വ്യവസ്ഥകൾ വെച്ചു. എന്ത് ചെയ്യണം? ചെറുക്കൻ ചോദിച്ചു, ഞാൻ തോറ്റ എന്ത് ചെയ്യും? ഞാൻ നിന്നെ വെറുതെ വിടും, കാരണം നിന്നെ കൊന്ന് എനിക്കുള്ള ബ്രഹ്മഹത്യാഭാവം ഒന്നും ഏൽക്കാൻ എന്നെ കൊണ്ട് വയ്യ, നീ വെറുതെ വെക്കോ, നിനക്ക് കുറെ എന്താ പറയാ, ഞാൻ തോറ്റാൽ എന്ത് ചെയ്യണം? രാജാവ് ചോദിച്ചു. രാജാവിനോട് ഈ ബാലൻ പറഞ്ഞു, ഒന്നും വേണ്ട, നമ്മുടെ ഈ ചതുരംഗ പലകയുണ്ടല്ലോ, 64 കള്ളി, അതിൽ കറുപ്പിലും വെളുപ്പും ഒക്കെ ഉണ്ടല്ലോ, ഉണ്ട്, അതിൽ 1 മണി അരി ഒരു കള്ളിയിൽ വെച്ച് തരിക. ഓ, അത്രയേ ഉള്ളൂ? ആ, പിന്നെ അതിനെങ്ങനെ അതിന്റെ ഇരട്ടി ഇങ്ങനെ അടുത്ത കള്ളിയിൽ അങ്ങ് വെച്ച് തന്നാൽ മതി. അപ്പൊ ഈ രാജാവ് മറ്റൊന്നും ചിന്തിച്ചില്ല. പുള്ളി എഴുത്തും അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാത്ത കാലമായിരുന്നു, അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് നിൽക്കുന്നവർക്കും അപാകതയൊന്നും തോന്നിയില്ല. കളി തുടങ്ങി കുറച്ചങ്ങ് ചെന്നപ്പോൾ രാജാവ് തോറ്റു തുന്നം പാടി. അതുകൊണ്ട് രാജഭക്തന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഏതായാലും നല്ല ശുദ്ധ പരാജയമായിരുന്നു നമ്മുടെ രാജാവിൻ്റെത്. ചെറുക്കൻ ചിരിച്ചിട്ട് പറഞ്ഞു, എന്നാ ഞാൻ പൊക്കോട്ടെ? ആ, പൊക്കോ, അരി മേടിച്ചോണ്ട് പൊക്കോ. അങ്ങനെ 1 മണി അരി അടുക്കളയിൽ നിന്ന് എടുത്ത് ഒരു കള്ളി വെച്ചു. രാജാവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അടുത്തതിൽ 2 മണി അരി വെച്ചു, അടുത്തതിൽ 4 വെച്ചു, 4 8 8 16 16 32 32 64 പിന്നീട് അങ്ങോട്ടുള്ള കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വെക്കുന്നോ അതിന്റെ അടുത്തേലേക്ക് ആദ്യത്തെ നിര കഴിഞ്ഞപ്പോൾ തന്നെ ചാക്ക് കണക്കിനായി പിന്നെ വെപ്പ്. അവസാനം ചാക്ക് വെച്ചു, 10 പുരകൾ വെച്ചു. ഈ നാട്ടിലെ സർവ കൊയ്ത് കൂട്ടിയ നെല്ല് അവസാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും 64ന്റെ പകുതി കള്ളി പോലും ആയില്ല എന്നാ ചരിത്രം പറയുന്നത്. കളി അങ്ങനത്തെ കളിയായിരുന്നു. ഈ കളിയിൽ വേണം റസൂലുള്ളാഹി പറഞ്ഞത് നടപ്പിലാക്കാൻ. കഴിയുമോ? 1 മണി അരി. നിങ്ങൾ ഗൂഗിളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് നോക്കണം, ഈ കളി ഒന്ന് നിങ്ങളൊന്ന് എങ്ങനെയാണ് ഇതിന്റെ പ്രോഗ്രഷൻ പോകുന്നതെന്ന്. എനിക്ക് തോന്നുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ടൺ കണക്കിന്, അതായത് കോടാനു ചാക്ക് അരി വരും അവസാനം ഈ 64 കല്ല് വരുമ്പോൾ. 1 മണിന്ന് തുടങ്ങിയാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട്